ഹലോ അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഒരു ഷോപ്പിംഗ് വ്ലോഗാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഐക്കിയയിലാണ്. അപ്പോൾ ഐക്കിയ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാണ് ഐക്കിയ എന്ന് പറയുന്നത്. അപ്പം നാട്ടിലുള്ളവർക്ക് എത്രത്തോളം പരിചയം ഉണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ കുറച്ച് മുന്നേ ആണ് അവർ ഹൈദരാബാദിൽ അവർ ഫസ്റ്റ് സ്റ്റോർ തുറന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ബ്രിസ്ബെയിനിൽ ലോഗൻ എന്ന സ്ഥലത്തുള്ള ഒരു IKEA സ്റ്റോറിലാണ്. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ് ഒരു IKEA ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇവിടുത്തെ സ്റ്റോറിൽ എന്തൊക്കെയാണുള്ളത്. IKEA എന്ന് പറയുന്നത് ഒരു സ്വീഡിഷ് കമ്പനിയാണ്. അപ്പം ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ റെഡി ടു അസംബിൾ ആയിട്ടുള്ള ഫർണിച്ചർ, അതുപോലെ കിച്ചൺ അപ്ലയൻസസ്, പിന്നെ ഹോം ആക്സസറീസ്, അങ്ങനെ എല്ലാ സാധനങ്ങളുടെയും വലിയൊരു കളക്ഷൻ തന്നെയാണ് നമുക്ക് IKEAയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ പല സെക്ഷൻസ് ആയിട്ടാണ് തിരിച്ച് വെച്ചിട്ടുള്ളത്. ബെഡ്റൂമിൻ്റെ കളക്ഷൻ വേറെ, അതുപോലെ കിച്ചൺ സെറ്റ്. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തായിട്ട് നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ഒരു ബ്ലാക്ക് ഗ്രേ കോമ്പിനേഷനിലുള്ള ഒരു കിച്ചൺ ആൻഡ് ഡൈനിങ് ഏരിയ ആണ്. കാരണം എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു കളർ കോമ്പിനേഷനും അതുപോലെ അതിന്റെ ഓരോ ഡീറ്റെയിലിങ്ങും ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു കബോർഡ് തുറന്നു കാണിക്കാം. നമുക്ക് ഇതൊന്നും അത്യാവശ്യം എല്ലാം വെക്കാനുള്ള ഒരു സ്പേസ് എല്ലാം ഉണ്ട്. ഇത് കാണുന്നത് ഒരു അവനും അതിന്റെ കൂടെയുള്ള ഒരു സ്റ്റോറേജ് സ്പേസും ആണ്. നമുക്ക് ഇതിന്റെ ഈ ഒരു സ്റ്റോറേജ് സ്പേസ് തുറന്നു നോക്കാം. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ളതാണ് ഇതിന്റെ ഉള്ളില്. ഈ കണ്ടെയ്നേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ പറ്റും. ഈ ചെറുതും വലുതും ഇതിനൊക്കെ $4 ആണ് ഈ ഒരു കണ്ടെയ്നേഴ്സിന് വരുന്നത്. അപ്പൊ അതിന്റെയൊക്കെ സെക്ഷൻ വേറെ സ്ഥലത്തുണ്ട്. അത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ടും. ഇനി ഇതൊന്ന് അവിടെ തുറന്നു കാണിക്കാം. അപ്പൊ ഇത് ചൈൽഡ് ലോക്ക് സിസ്റ്റം ആണ്. അപ്പൊ നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തുറക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് മേലോട്ട് ആക്കിയിട്ട് വേണം ഇത് തുറക്കാൻ. ഇതുപോലെ ക്ലോസ് ചെയ്ത് വെക്കാം. എനിക്ക് ശരിക്കും നമ്മൾ ഒരു വീടൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അത്യാവശ്യം ഒരു ബഡ്ജറ്റും അല്ലെങ്കിൽ കുറച്ചൊരു ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു എന്താ പറയുക ഇന്റീരിയർ ഡിസൈനറിന്റെ പോലും ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇത് വേറൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിച്ചൺ ആണിത്. അതിന്റെ കളർ കോമ്പിനേഷൻ തന്നെ എനിക്ക് തോന്നുന്നു വൈറ്റിൽ എന്ത് ചെയ്താലും നല്ലൊരു ഭംഗിയാവുന്നുണ്ട്. അപ്പം അടുത്ത ഇനി നമ്മുടെ കിച്ചണിൽ എല്ലാം നമുക്ക് അത്യാവശ്യമുള്ളതാണ് സ്റ്റോറേജ് സ്പേസസ് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് ഒക്കെ വെക്കാനുള്ളത്. അപ്പം ഇത് അങ്ങനത്തെ കുറേ കണ്ടെയ്നേഴ്സും അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. കാരണം പല ഷേപ്പിലും പല സൈസിലുള്ള കണ്ടെയ്നേഴ്സ് ഒക്കെ ഇതിലുണ്ട്. ഓയിൽ ഡിസ്പെൻസർ ആണ്. ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മൾ ഓയിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ നമ്മളങ്ങനെ നമ്മുടെ കയ്യിലൊന്നും ആവില്ല നമ്മളിത് എടുക്കുമ്പോൾ. അതുപോലെ എനിക്ക് IKEA വന്നാൽ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞു ഈ കണ്ടെയ്നേഴ്സ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ കുറേ കാണാം. അപ്പം ഇത് വേറൊരു കുഞ്ഞാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഷുഗറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റിയ ഒരു സാധനമാണിത്.
സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള ഒരു സ്റ്റീമർ ഇൻസേർട്ട് പറഞ്ഞ സാധനമാണ്. അപ്പോൾ ഇത് എങ്ങനെ സംഭവം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ നമുക്കത് സ്റ്റീമർ പോലെ യൂസ് ചെയ്യാം. ഇതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് ഈ ഒരു പാത്രം സ്റ്റീമറിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. നമുക്ക് നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഇത് വെക്കാം. ഇവിടെ ഇങ്ങനത്തെ കുറേ യുണീക്ക് സാധനങ്ങൾ ഐക്കിയയിൽ കുറേ കണ്ടിട്ടുണ്ട്. വേറൊരു സാധനം അതേപോലെ തന്നെയാണ് ഇതും, അതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റീം ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്റ്റീമറിൽ ഇറക്കി വെക്കാം. പറഞ്ഞു നമ്മൾ ഇതിന്റെ സെൽഫ് സർവീസ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം ഇതിന്റെ കൂടെ അതിന് ടാഗ് ഉണ്ടാവും. ഇതാണ് അതിന്റെ ടാഗ്. ഇതിന്റെ റേറ്റ് വരുന്നത് $17.99. പിന്നെ ഒരു അയൽ നമ്പർ ഉണ്ട് 13, അതുപോലെ ലൊക്കേഷൻ നമ്പർ 25 ആണ്. അപ്പം നമ്മൾ ഈ സാധനം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതാണ് വേണമെന്നുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ വെയർ ഹൗസിൽ പോയിട്ട് ഇതിന്റെ സാധനങ്ങൾ നമുക്ക് പിക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് നേരത്തെ പറഞ്ഞ ആ ഒരു വെയർ ഹൗസിന്റെ സ്ഥലം. ഇപ്പോൾ കുറെ അയൽ നമ്പർ കാണാം. നമുക്ക് വേണ്ടത് 13 ആണ്. അപ്പോൾ അതാ 13 നമ്പർ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. കണ്ടോ? അപ്പൊ ഇതാണ് അയൽ നമ്പർ 13, അതുപോലെ ലൊക്കേഷൻ 25.
അപ്പോൾ ഇതാണ് നമ്മളെ സാധനം. ഇതാ ഇങ്ങനെയാണ്, ഇത്രയും അവർ ചെറുതാക്കിയിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിനി മേടിക്കാനുള്ളത്. നമ്മൾ അത്രയും കണ്ട വലിയൊരു സ്റ്റോറേജ് സ്പേസ് അവർ ഇത്രയും ചെറുതാക്കിയിട്ടാണ് അത് പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ സാധനം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മളത് അസംബിൾ ചെയ്യണം. അപ്പൊ അതിന്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളൊരു ബുക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് നമ്മളത് അസംബിൾ ചെയ്യുന്നത്. അതുപോലെ ഇപ്പൊ ഇതാണ് നമ്മൾ മുകളിൽ കണ്ട ഒരു ഷീറ്റ്. അപ്പോൾ നമ്മളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മൾ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും IKEA വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഒക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ നമ്മൾ IKEA നിന്ന് മേടിച്ച സാധനങ്ങളും ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്